ബബ്ബബ്ബ കണ്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. പടത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. വെറും അലമ്പ് പടം, ഉള്ളത് പറയല്ല, വെറും അലമ്പ് പടം. ഈ ഒരു സിനിമ ദിലീപിൻ്റെ ഫാൻസുകാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു പടമാണ്. ഫാമിലി ഓഡിയൻസിനൊന്നും ഈ പടം ഇഷ്ടപ്പെടുകയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഫാൻസുകാർക്ക് വേണ്ടി ഇറക്കിയ പടം 10 പൈസയ്ക്ക് കൊള്ളൂല. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവെല്ലൊക്കെ എന്തരാണ് കാട്ടിക്കുട്ടിയെന്ന്, എൻ്റെ പൊന്നേ. തലേ കൈവച്ചാണ് പടം കണ്ടിറങ്ങിയത്. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ വധം, ലോകവധം. പിന്നെ ഇനി സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വന്നങ്ങ് തകർത്താടി, അഴിഞ്ഞാടി. ഒരു വിധത്തിൽ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. വെറുതെ എൻ്റെ 200 രൂപ പോയി ഈ തല്ലിപ്പൊളി പടം കണ്ട്. ദിലീപിൻ്റെ ഇങ്ങനത്തെ ഒരു സിനിമ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതേപോലത്തെ വധം പടം. ഇതിനു മുമ്പ് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ത് നല്ല പടമായിരുന്നു. ഇത് ജോലിയും കഴിഞ്ഞ് ഞാൻ നേരെ പോയി കണ്ട് ഈ ബബ്ബബ്ബ സിനിമ. കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ലോകാലമ്പ് പടമാണെന്ന്. എൻ്റെ പൊന്നേ ദിലീപണ്ണ, നിങ്ങൾ എന്തിനാണ് ഈ സിനിമയിൽ ചെന്ന് തലവെച്ചു കൊടുത്തത്? എൻ്റെ പൊന്ന് ലാലേട്ടാ, നിങ്ങളെ സമ്മതിക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമ പോയി കാണണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമ പോയി കണ്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബബ്ബബ്ബ സിനിമയിലെ റിവ്യൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്താ ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും സുലാൻ ബബ്ബബ്ബയിൽ പറയുന്ന കണക്ക് വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.